Hey all, welcome to the Pro Wrestling Analyst channel. Pro Wrestling ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ ഒഫീഷ്യലി റെസ്ലിംഗിന്റെ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ WWE പ്രോഗ്രാമിലെല്ലാം അതിന്റെ കുട്ടിക്കലാശം തോന്നുന്നു. ഈ ആഴ്ചയും ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ അഭിപ്രായം? പറഞ്ഞ പോലെ തന്നെ അവസാന വീക്കിൽ നമുക്ക് ഒരു ആകാംക്ഷപരമായ വീക്കുകൾ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇവന്റ്സും അതിൻ്റെതായ അവസാന കൂട്ടിച്ചേർക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റും. റോയും സ്മാക്ക് ഡൗണും പ്രത്യേകിച്ച് ഈ വീക്കില് റെസ്ലിംഗിയുടെ ഒരു നല്ലൊരു ഹോപ്പ് തരുന്ന രീതിയിലുള്ള വീക്കുകളായിരുന്നു. നമുക്ക് റോയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ CM പങ്കിന്റെയും റോമൻ ഇല്ലായിരുന്നു. CM പങ്കിന്റെ ആ ഒരു പൈപ്പ് ബോംബ് അത്യാവശ്യം അടിപൊളി സാധനമായിരുന്നു. പണ്ടത്തെ ഒറ്റയാൾ ഇതിൽ നിന്ന് CM പങ്കിന്റെ ഒരു പൈപ്പ് ബോംബിന്റെ സെറ്റപ്പ് നമ്മളറിയാലോ. ആ ഒരു ഇതുപോലെ തന്നെ ഈ പ്രാവശ്യം പൊട്ടിത്തെറിച്ച ഒരു CM പങ്കിനെ നമ്മൾ പണ്ടത്തെ ആ 2013-12 കാലഘട്ടത്തിലെ CM പങ്കിനെ നമുക്ക് കാണാൻ പറ്റി. അതൊരു വളരെ നല്ലൊരു സെഗ്മെന്റ് തന്നെയായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് കാണാൻ പോകുന്ന ഒരു എൻറ്റയർ പ്രോമോ ആയിരുന്നു പുള്ളിയുടെ. ഞാനാണെങ്കിൽ 2-3 പ്രാവശ്യം എടുത്തെടുത്ത് കണ്ടു. കാരണം ഒത്തിരി നാളെ അതുപോലെ ഒരു പ്രോമോ ആരെയും കട്ടിയില്ല. ഐ മീൻ CM ഓഫ് കോഴ്സ് CM പങ്കിന്റെ പൈപ്പ് ബോംബ് എന്ന് പറയുന്നത് നമുക്ക് ആരും അതിനടുത്ത് എത്തത്തില്ല. അപ്പൊ അതിന്റെ ഒരു കണക്ക് വെച്ച് CM പങ്ക് എല്ലാത്തിനും ഒന്ന് പൊട്ടിയിട്ടുള്ള ഒരു പ്രോമോ ആയിരുന്നു. അതായത് പ്രാവശ്യം ട്രിപ്പിൾ എച്ചിനെ ഫോക്കസ് ചെയ്ത് ട്രിപ്പിൾ എച്ചായിട്ട് വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ അതുപോലെ തന്നെ പ്രോബ്ലം വിത്ത് അതോറിറ്റി എന്നുള്ള പോലെ അവന് ഈ ബാക്ക് സ്റ്റേജിൽ പൊളിറ്റിക് ചെയ്യുന്ന ഈ TKOയുടെ വിഷയമൊന്നും അവന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ അവന് അത് ഒന്ന് എംഫസൈസ് ചെയ്തു. അതുപോലെ ടിക്കറ്റ് പ്രൈസ്, റെസ്ലിംഗിന്റെ ടിക്കറ്റ് ഭയങ്കര റേറ്റ് കൂടുതലാണ്. TKO എടുത്തോടെ അല്ലെ TKO ഫോം ചെയ്തതോടെ ഇപ്പം ടിക്കറ്റ്സിനെല്ലാം നല്ല റേറ്റ് കൂടുതലാണ്. എല്ലാവരും പരക്കെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പം നോർമൽ റോ സ്മാക്ഡൗൺ ആണ് ഒരു ടിക്കറ്റ് പ്രൈസ് കൂടുതല. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ CM പങ്ക് ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വാച്ച് ചെയ്യുന്ന പോലെ പറഞ്ഞു ടിക്കറ്റ് പ്രൈസ് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തു. നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ ടിക്കറ്റ് പ്രൈസ് നോക്കിയായിരുന്നു. അപ്പൊ തന്നെ നല്ല റേറ്റാണ്. 2-3 വർഷങ്ങൾ മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ തന്നെ അത് നല്ലതായിരുന്നു. അതുപോലെ തന്നെ പാറ്റ് മാക്കഫിയുടെ ഒരു കൂട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. പാറ്റ് മാക്കഫി ഇങ്ങനെ CM പങ്കിനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൂട്ടിയായിരുന്നു. അതിനെ തിരിച്ച് CM പങ്ക് തിരിച്ചൊരു കൂട്ടുകൂട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സെഗ്മെന്റ്. അത് എന്താ പറയുക, അവരുടെ റെസ്പെക്റ്റീവ് മാച്ചിനെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ഇച്ചിരൂടെ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാനായിട്ട് അതിന് സാധിക്കുക. ഒന്നാമത്തെ കാര്യം റോമൻ വരുന്നില്ല. അപ്പം CM പങ്കേ ഉള്ളൂ, അവനൊറ്റയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു പൈപ്പ് ബോംബ് സെഗ്മെന്റ് ഇറക്കിയത് വലിയൊരു ഗുണമാണ് ഈ ഒരു സമയത്ത്. അല്ലെ ആ സെഗ്മെന്റ് നമ്മൾ കൂൾ ഡൗൺ ആയിപ്പോ ഒരു വീക്കിൽ വെള്ളം കോരി ഒഴിച്ചാൽ ഒരു കാര്യമില്ലാത്ത രീതിയിലായി പോകും. എൻ്റെ ആ ഒരു മൊമെന്റം അങ്ങ് ബ്രേക്കാം. പക്ഷെ അത് നല്ലതായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള ഓബാ ബ്രോക്കിന്റെ കോൺട്രാക്ട് സൈനിങ് ആയിരുന്നു. നമ്മള് പ്രതീക്ഷിക്കും ഓബാ ബ്രോക്കിന്റെ കോൺട്രാക്ട് സൈനിങ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണോ അതൊക്കെ തന്നെ നടന്നു അല്ലെ. കോൺട്രാക്ട് സൈൻ ചെയ്തില്ല. ബോബ ഇറങ്ങി കയറിയ പുറകാനെ ബ്രോക്ക് ഓബ അറ്റാക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ടും റോളായി കുറെ പ്രാവശ്യം വലിച്ചു നോക്കുന്നു. അതിപ്പോ റെപ്പറ്റേറ്റീവ് ആവുന്നുണ്ട്. എന്നാലും ഇപ്പൊ എനിക്ക് ഒരാഴ്ചകളുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബെഹിമത്ത് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കണ്ടതിനാകുന്നില്ല എന്നുള്ള ആ ഒരു എന്നുള്ളതാണ് ആ ഒരു ഇതിലോട്ട് ഇപ്പൊ അവർ കൊണ്ടുപോകുന്നത്. അത് നൈസായിരുന്നു. ഒരു എന്നാ പറയുക, ഇത്രയും ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് രണ്ടുപേരും മുട്ടുമ്പോൾ ഇനിയുള്ള ബ്രോക്കിന് ഇനി എന്നാ ചെയ്യാൻ പറ്റും, ഇവനെ ഒന്ന് തടയാൻ അല്ലെങ്കിൽ ഇവനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് എന്നാ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലോട്ട് അത് പോകുന്നു. അത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം ബ്രോക്കിന്റെ ഈ സെഗ്മെന്റ് കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ റെസ്ലിംഗിന് കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാക്കണം. കാരണം ഓബ ഒബിയസ്ലി ജയിക്കാൻ നമുക്കറിയാം ഓൾമോസ്റ്റ്. അപ്പം ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഓബായ വലിയൊരു പുഷിലോട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു നിന്നാലേ കാര്യമുള്ളൂ. ഓബയ്ക്ക് വേറെ രീതിയിൽ അവനെ അങ്ങോട്ട് സ്റ്റോക്ക് ഡൗൺ ആക്കാൻ പറ്റിയല്ലോ. അതെ തീർച്ചയായിട്ടും. പിന്നെ ഒരു ബാക്ക് സ്റ്റേജ് ഒരു ഇതുണ്ടായിരുന്നു. ലിവിന്റെയും സ്റ്റെഫനിയുടെയും ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ജഡ്ജ്മെന്റ് ഡേയുടെ ഇതില് അല്ലെ. ലിബിന്റെ ഒരു ഹെഡ് ബോംബ് ഇതുണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിവ് മോർഗൻ. സ്ലോമോഷൻ കാണുമ്പോൾ കാണാം രണ്ടുപേരുടെ തല ഹെഡ് ഓൺ കറക്റ്റ് ഇടിയ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടി കിട്ടി. അത് ആ ദിവസം ലിവ് മോർഗൻ കൺകഷൻ പ്രോട്ടോക്കോളിലായിരുന്നു. എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ലിവിന് കൺകഷൻ അടിച്ചോ എന്നുള്ളത്. എന്നാലും ഭാഗ്യത്തിന് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി അതൊരു ഇത് തന്നെയാണ്. അവരുടെയും ആ ചൂട് കെടുത്താതെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി അത് നല്ലത് തന്നെയാണ്. പിന്നെ ഇഞ്ചുറി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നിക്കി വെല്ല ഇപ്പം ഇഞ്ചോർഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കഴിഞ്ഞ വീക്കിൽ വന്നില്ലാണ് ആംഗിൾ ഡിസ്റ്റായിട്ട് ഇപ്പം ആംഗിൾ ഇഞ്ചുറി ചെറുതായിട്ട് ഇതുണ്ട്. അതിപ്പം റെസ്ൽമേനിയയിൽ ഇപ്പോൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല എങ്ങനെയാവും എന്നുള്ളത്. അതൊരു വലിയൊരു ഫാക്ടറാണ്. ഇഞ്ചുറി പറഞ്ഞപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർത്താം. പിന്നെ ആ
കാര്യം പറഞ്ഞപ്പോഴാണ് ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റീ മിസ്റ്റീരിയോയും ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ച് റെമിസ്റ്റീരിയോ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് 6 man ലാഡർ മാച്ച് ആയി ഇപ്പം ഇന്നത്തെ. അതെ. പിന്നെ നമുക്ക് നടന്നിരുന്നത് അതുപോലെ തന്നെ അടുത്ത അനൗൺസ്മെന്റ് നടന്നിരുന്നത് ഓസ്റ്റിൻ തിയറിയും LA നൈറ്റും കൂടെ ഉള്ള ഇതില് ഓസ്റ്റിൻ തിയറി LA നൈറ്റിനെ തോപ്പിച്ചിരുന്നു. അതിന്റെ സ്പീഡിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, ലോഗൻ വോൾ സ്പീഡിനെ പുഷ് ചെയ്ത് LA നൈറ്റിന്റെ ലോട്ടായി പോയി. അങ്ങനെയാണ് തോപ്പിച്ചത്. അതിന്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഒരു 6 man ടാഗ് ടീം മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പീഡും വിഷനും പിന്നെ ഉസോസും LA നൈറ്റും ആയിട്ടുള്ളത്. അതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ അത് ഒരു എന്നാ പറയുന്നത്, ഇപ്പം LA നൈറ്റിന് നമ്മൾ കുറെ നാളായിട്ട് പറയുന്നുണ്ട് LA നൈറ്റിന് ഇതുവരെ റെസ്ൽമേനിയ പിക്ചർ ഇതുവരെ ഒന്നും ഫിഗർഡ് ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം നമുക്ക് മനസ്സിലായി ഓക്കെ ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് സെഗ്മെന്റുകളെല്ലാം കണ്ടിട്ട് ഈ ഒരു 6 man ടാഗിലോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഏകദേശം ക്ലിക്കായി. പിന്നെ അതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ടാഗ് ടീം ടൈറ്റിലും ഇപ്രാവശ്യം ഡിഫെൻഡ് ചെയ്യുന്നില്ല. അവർ ചാമ്പ്യൻസ് ഉണ്ട്, എന്നാലും ഡിഫെൻഡ് ആവുന്നില്ല, ബെൽറ്റ് ഡിഫെൻഡ് ചെയ്യുന്നില്ല റെസ്ൽമേനിയയിൽ. അതൊരു ലെറ്റ് ഡൗൺ ആണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം ബാക്കി എല്ലാ ടൈറ്റിലും പിക്ചറിലുള്ളതുകൊണ്ട് അങ്ങനെ പറയാം. അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം NXTയുടെ ഇത് പറയുവാണെങ്കിൽ NXTയില് സ്റ്റാൻഡ് ആൻഡ് ഡെലിവറിന് ശേഷമുള്ള ഒരു പുതിയ വീക്ക് ആയിരുന്നു. അതിൽ ന്യൂലി ക്രൗണ്ട് ചാമ്പ്യൻ ടോണി ഡിയാഞ്ചലോവിന്റെ പിന്നെ വിമൻസ് ചാമ്പ്യൻ ലോല വൈസിന്റെയും വിക്ടറി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ രണ്ടുപേരുടെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഇവന്റില് ടോണി ഡിയാഞ്ചലോയും ജോ ഹെൻറിയും റിക്കി സെയിൻസും ഈതൻ പേജും ഡാർക്ക് സ്റ്റേറ്റുമായിട്ട് ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഡാർക്ക് സ്റ്റേറ്റിനെ പരാജയപ്പെടുത്തി അവര് 4 പേരും ഇതായിരുന്നു. പിന്നെ പറയാനുണ്ടായിരുന്നു പറഞ്ഞാൽ സാരിയെ അറ്റാക്ക് ചെയ്തു നമ്മുടെ സോൾ റൂക്കെ. അതെ. കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. അപ്പം സോൾ റൂക്കിന് ഇപ്പം അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം മെയിൻ റോസ്റ്റർ പ്ലാൻ ഉണ്ടോ ഈ ഒരു ഫ്യൂഡ് മുന്നോട്ട് പോകുന്നു? ഒരുപക്ഷെ ഒരു പേപ്പർ വ്യൂ കൂടെ ചിലപ്പോൾ അങ്ങ് പോകുമായിരിക്കും. അങ്ങനെ ഫ്യൂഡ് അങ്ങനെ അങ്ങ് പോകാനായിരിക്കും പ്ലാൻ, അറിയത്തില്ല. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ സോൾ റൂക്കിക്ക് ഉടനെ മെയിൻ റോസ്റ്ററിലോട്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാൻ അവർ ഇരുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ, അറിയത്തില്ല. ഇതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മെയിനൊരു കാര്യം, ഇപ്പോൾ അവരുടെ റെസ്ൽമേനിയാണ് സ്റ്റാൻഡ് ആൻഡ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ന്യൂ എറയാണ്. പിന്നെ NXTയിൽ പുതിയ 2 ചാമ്പ്യൻസ് വിമൻസിനാണെങ്കിലും മെൻസിനാണെങ്കിലും പുതിയ ചാമ്പ്യനായി. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ എറ അഷറായിട്ടുണ്ട് NXTയിൽ. അപ്പോൾ അതിൻ്റെ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെ. എന്നാണെങ്കിലും നമുക്ക് ഈ ആഴ്ചത്തെ ഇത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അടുത്ത വീക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ഹോപ്പ്ഫുള്ളി. അത് കഴിയുമ്പോഴത്തേനായിരിക്കും ഒരു ഇതിലോട്ട് മാറുന്നത്. അവരെങ്ങനെ ഇപ്പം റെസ്ൽമേനിയയെ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ ഒബിയസ്ലി. അതെ. പിന്നെ സ്മാക്ക് ഡൗണിൽ മെയിൻ ഇവന്റ് ആയിട്ട് ജെയ്ഡ് കാർഗിലും ഇയോസ്കയും ഇതുണ്ടായിരുന്നു. ജെയ്ഡിന്റെ ഒരു ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഇയോയെ ഒന്ന് ഇതാക്കിയത്. കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ആൾക്കാർ എത്ര വെറുതെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി ഉണ്ടെന്നുള്ള രീതിയിൽ കാണിക്കാനുള്ള രീതിയിലാണ് ശരിക്കും, അല്ലെ? മാച്ചിന്റെ ആ ഒരു ഇത് തന്നെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ തന്നെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ജെയ്ഡിന്റെ ഒരു ഡോമിനന്റ് രീതിയിലാണ് ജെയ്ഡിന്റെ വർക്ക് എന്നുള്ള രീതി. കാരണം ജെയ്ഡിന് അങ്ങനെ വലിയ മാച്ചപ്പ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. റിയാലിറ്റിയാണ് ജെയ്ഡിന്റെ മെയിൻ ഒരു ചാലഞ്ചർ. ഇതുവരെ അത്ര ജെയ്ഡിന് വിമൻസ് ചാമ്പ്യനായിട്ട് അങ്ങോട്ട് സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഷീസ് ഡോമിനന്റ് എന്നുള്ള രീതി കാണിച്ചേ പറ്റും. അല്ലെങ്കിൽ റെസ്ൽമേനിയയിൽ അതിലോട്ട് ചെല്ലുമ്പോൾ വൺ സൈഡ് റിയാലിറ്റിക്ക് ഇത് ഈസിയാണ് എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ആയി പോകും എല്ലാവർക്കും. അതുണ്ടെങ്കിൽ തന്നെയും ഇച്ചിരി ഒന്ന് ജെയ്ഡിനെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കാനായിട്ടുള്ള പരിപാടികളാണത്. അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവും, അല്ലേ? ഇത്ര നാളെ ഒന്നും നോക്കാതെ അവസാന നിമിഷം കൊണ്ട് ഇപ്പം അങ്ങനെ കാണിച്ചുകൊണ്ട് അതാണ് കുഴപ്പം. അത് ഇച്ചിരി മുമ്പേ കാണിക്കാൻ പറ്റുന്നത് ബിലീവബിൾ ആയിരുന്നു ആൾക്കാർക്ക്. ജെയ്ഡ് കൊള്ളാം. അതെ, ജെയ്ഡ് കൊള്ളാം, സംഗതി ഉണ്ടെന്നുള്ള രീതിയിൽ ഇത്ര നാൾ ചാമ്പ്യൻ ആയിരുന്നില്ലേ? എന്നിട്ട് അവരൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇത്ര നാൾ ചാമ്പ്യൻ ആയിട്ട് ചുമ്മാ നിൽക്കുന്നു. ഇപ്പൊ അവസാന നിമിഷം ആകുമ്പത്തേന് മനസ്സിലായി, ഒരു ഒബ്വിയസ് ഇതാകുമ്പത്തേന് ആയതുകൊണ്ടുള്ള ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് കാണിക്കണമല്ലോ. അതെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതെന്ന് പറയാനുള്ളത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന്റെ കോഡി റോമൻ കുറച്ച് നാളായിട്ട് അതൊക്കെ ആയിരുന്നല്ലോ, അല്ലെ? കോഡി റാൻഡി സെഗ്മെന്റ് ആയിരുന്നു. പിന്നെ അതിനകത്ത് പാറ്റ് മെക്കഫെ ചേർന്ന് അവർ അറ്റാക്ക് ചെയ്തു. പിന്നെ പാറ്റ് മെക്കഫെ എങ്ങനെയാണ് ഇതിൽ ഉള്ളതെന്നുള്ള ഒരു പിക്ചറൊക്കെ കൊടുത്തു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതുപോലെ തന്നെ ആൾക്കാർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അത് ഇപ്പം സ്റ്റോറി ലൈൻ വൈസ് അല്ല, പാറ്റ് മെക്കഫെ എന്തിനിപ്പം അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് റെസ്ലിംഗ്
ഇപ്പം റാൻഡിയോട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ടല്ല റാൻഡിയോട്ടെ ഫോം വിളിച്ചത് ആത്മാക്കഫയാണ് ഈ 7 കൂടെയാണോ റാൻഡിയോട്ടൻ ഫോം വിളിച്ചെന്ന രീതിയിലാണ് ഇപ്പം എല്ലാവരും. അത് കാരണം തന്നെ ഒട്ടും താല്പര്യമില്ല ഇവനിങ്ങനെ ഒരു സെഗ്മെന്റിൽ ഇൻവോൾവ് ആയത് തന്നെ. ഒന്നാമത്തെ കാര്യം ഭയങ്കര സെലിബ്രിറ്റി ഇൻവോൾവ്മെന്റ് ഈ വർഷത്തെ റെസ്ലിംഗിന് എല്ലാം എവിടെ നോക്കിയാലും ചുമ്മാ അവിടെ എല്ലാം സെലിബ്രിറ്റീസാണ്. അപ്പം അതിൻ്റെ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് ആർക്കും അങ്ങനെ പിടിച്ചില്ല. അപ്പോൾ അവർക്ക് റൂമർ കേട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത് എന്തായാലും വർക്കൗട്ട് ചെയ്യണമായിരുന്നു. ആത്മാക്കഫിയെ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കാണിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ അവരൊരു ചെറിയൊരു സെറ്റപ്പ് ഇറക്കി. ആത്മാക്കഫി പറഞ്ഞു പിന്നെ ആദ്യത്തെ നൈറ്റ് റെസ്ലിംഗിയ റാണ്ടിയും ഇവരും ഉള്ളതുകൊണ്ട് റാണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്യുകയാണ്. കാരണം CM Punk ഓൾറെഡി ഇത് ടിക്കറ്റ് പ്രൈസ് കുറയ്ക്കണമെന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞതുകൊണ്ട് അതെങ്ങനെയും അമ്മമാർക്കത് ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു സെഗ്മെന്റിൽ കൊണ്ടുവന്ന് റാഡ് മാർക്കറ്റ് വഴി അറിയിച്ചു 25% ഡിസ്കൗണ്ടാണ് ഇനി ടിക്കറ്റിന് നമുക്ക് അങ്ങനെ കാണിച്ചു. എന്നിട്ട് പോലും ഇപ്പോൾ അറിഞ്ഞത് നൈറ്റ് 1 ടിക്കറ്റ് കുറവാണ് സെല് ചെയ്തേക്കുന്നത്, നൈറ്റ് 2 ആണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പോയേക്കുന്നതെന്നാണ്. ഓക്കെ, ശരി. എന്നാണ് പിന്നെ ഒരു കാര്യം അതെ, പിന്നെ CM Punkന്റെ ഒരു ചെറിയ കൊട്ട് കൊടുത്തതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് റിട്ടേൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിപ്പം ഇതിപ്പം മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം പാറ്റ്മാക്കഫിയും ഭാവിയിൽ എന്തെങ്കിലും ഫ്യൂഡ് വല്ലതും വന്നാലോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയിപ്പം നമുക്ക് മാച്ചിനകത്ത് ഇടയ്ക്ക് കയറി വല്ലതും കാണിക്കുമോ ഒന്നും അറിയത്തില്ല. എന്നാണല്ലോ അങ്ങോട്ട് തിരിച്ചു ഒരു കൊട്ട് കൊടുത്തു പാറ്റ്മാക്കഫി. എന്നാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ കണ്ടറിയത് എങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഊള പരിപാടിയാണ്. റാൻഡിയോട്ടൻ ഇപ്പം അങ്ങനെ പരിപാടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. റാൻഡിയോട്ടൻ ഇപ്പം വേറെ റാൻഡിയോട്ടന്റെ സൈഡ് ലൈൻ ആക്കുന്ന ഒരു പരിപാടിയായി പോയി ശരിക്കും പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ജോൺസീനെ ഒന്ന് റോക്ക് സൈഡിൽ ആക്കി പോയി എന്ന് പറഞ്ഞാൽ പോലും മീൻസ് പിന്നീട് കൊണ്ടുപോയത് മൊത്തം സീന തന്നെയായിരുന്നു പരിപാടി അല്ലെ. ഇതിപ്പം അത് ആ ഒരു ടേണിങ്ങിന് മാത്രം റോക്ക് വന്നൊന്ന് ഒരു സ്വിച്ച് ഇട്ടെന്നും മാത്രമേ പറയാൻ പറ്റുള്ളായിരുന്നു അല്ലെ. അത് ഫലമായി പോയി. ഇപ്പൊ അതുപോലെ തന്നെ എങ്ങനെയാവും വലിയ കുഴപ്പമൊന്നുമില്ല പോയ ഇവിടെ ഇതിപ്പം നമുക്ക് കണ്ടറിയാം. അതേ ഉള്ളൂ നമുക്കിപ്പോ പറയാനായിട്ട്. ഇനി വരുന്ന പിന്നെ നമുക്ക് ഇവിടെ ഒരു മാച്ച് ഇതിന്റെ ഇതുണ്ടായിരുന്നു, ജേക്കബ് ഫാറ്റുവിന്റെയും ടൊമാറ്റോ വങ്കിയെ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പം മാക്കിന്റെയർ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം അവരുടെ ഫീഡ് ഇതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇപ്പം നോൺ ഫാക്ഷൻ മാച്ച് ആയതുകൊണ്ടുള്ള ഒരു ഫിസിക്കാലിറ്റി അല്ലെ എക്സ്പീരിയൻസും എല്ലാം നമുക്ക് അവരുടെ ഫീഡിൽ കാണാൻ പറ്റി. അവരെടുത്ത് ചങ്ങലക്കിട്ട് തൂക്കുകയും അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു മാക്കിന്റെയർ. കുഴപ്പമില്ല. ആ സ്റ്റോറി അത്യാവശ്യം എന്നാ പറയുന്നത് ഒരു ലോങ് ടേം സ്റ്റോറി എന്ന് പറയാനായിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പം അതേ ഉള്ളൂ. അത് നല്ലപോലെ തന്നെ പോകുന്നു. അതിപ്പോൾ എങ്ങനെയാണ് 2 പേർക്കും എങ്ങനെയാണ് സെറ്റ് ആകട്ടെ. പിന്നെയുള്ള വേറൊരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡാൻ ഹൗസിന്റെ ഇൻറിംഗ് ഡെബ്യൂ ആയിരുന്നു. ഡാൻ ഹൗസിന്റെ ഒരു മാച്ച് സ്മാക്ഡൗണിൽ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റി. ഡാൻ ഹൗസിനെ കാണാത്ത ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റി ഡാൻ ഹൗസിന്റെ വർക്ക് എങ്ങനെയാണ്. ഒത്തിരി ഒന്നും വലിയായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഡാൻ ഹൗസിന്റെ മാച്ചസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, അതൊക്കെ കാണാൻ നല്ലതാണ്. പുള്ളിയുടെ ഷെനാഡിഗൻസ് ഒക്കെ കാണിച്ചൊരു മാച്ച് ജയിച്ചു. ഇനിയിപ്പം റെസ്ൽമേനിയയിൽ എന്തെങ്കിലും സെഗ്മെന്റ് കാണും. ഇപ്പം മെസ്സും കിറ്റ് വിൽസണും ഡാൻ ഹൗസിനും അതൊക്കെ കൂടി എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് വെച്ച് റെസ്ൽമേനിയ ഫൺ സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതെ. കൂടുതൽ ഇനിയും റെസ്ൽമേനിയ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉള്ളൂ. വിരലിൽ എണ്ണാൻ പറ്റിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം നമുക്കറിയാം അടുത്ത വീക്കിൽ എന്താണെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിരിക്കും. അടുത്ത വീക്കിലെ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റുമായി ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. Thanks for watching the Pro Wrestling Analyst.